ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനൊരു സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. സ്കിൻ കെയർ എന്ന് പറയാൻ പറ്റില്ല, ഡെയിലി നമ്മൾ മോർണിംഗ് ആൻഡ് നൈറ്റ് സ്കിൻ കെയർ ചെയ്യുന്നതാണല്ലോ. ഇതൊരു എൻഗേജ്മെൻറ്റ് ഗ്ലോ അപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. നാളെ എൻ്റെ കസിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്, അതായത് സൺഡേ. അപ്പോൾ നാലാൾ കൂടുന്ന സ്ഥലമല്ലേ, ഒന്ന് മിന്നിത്തിളങ്ങിയിരിക്കാമെന്ന് വിചാരിച്ചു. ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കാമസിയുടെ ഫേഷ്യൽ ഹെയർ റിമൂവൽ കിറ്റാണ് യൂസ് ചെയ്തത്. അതിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു ബാം അപ്ലൈ ചെയ്തു. എന്നിട്ട് ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യുകയാണ്. ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ അടിപൊളിയാവും, നല്ല സെറ്റാകും. അതുപോലെ ഭയങ്കര ഈസിയാണ് ഇത് വെച്ചിട്ട് ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ ഞാൻ പോയി ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ എടുത്ത് ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നല്ലൊരു മസാജ് കൊടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഫേസൊക്കെ നല്ല സെറ്റാക്കി അടിപൊളിയൊക്കെ ആയിട്ട് പോയാലും നമ്മളെക്കുറിച്ച് കുറ്റം പറയാൻ വേണ്ടിയിട്ട് കുറേ പേര് അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ടാവും. അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ഏതൊരു കല്യാണ വീടാണെങ്കിലും വിരുന്ന് വീടാണെങ്കിലും പാലുകാച്ചൽ വീടാണെങ്കിലും കുറച്ച് പേരിങ്ങനെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ടാവും. അയ്യോ മോളെ എന്ത് കോലാണിത്, ക്ഷീണിച്ച് പോയല്ലോ, മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നേ, പണ്ട് എങ്ങനെ ഇരുന്നതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്നാൽ നമ്മൾ നന്നായിട്ടിരുന്ന സമയത്ത് അവർ വന്നിട്ട് പറയില്ല നിങ്ങളിപ്പോൾ നന്നായിട്ടാണല്ലോ ഇരിക്കുന്നത്, എന്ത് ഭംഗിയാണെന്നൊന്നും പറയില്ല. സ്വാഭാവികം. പക്ഷെ എന്നാലും നമ്മുടെ ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ഫേസൊക്കെ നന്നായിട്ടൊന്ന് ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് കഴുകി. പിന്നെ ഒരു സ്ക്രബ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാപ്പിപ്പൊടിയും പഞ്ചസാരയും കൂടെ വെള്ളം ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് അങ്ങനെ സ്ക്രബും ചെയ്തു. എന്നിട്ട് ഫേസ് വാഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ടൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുകയാണ്. അരിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഫേസ് പാക്ക് ഇട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്തു. ഇപ്പോൾ നല്ല ഫ്രഷ് ഫീലിംഗ് ഉണ്ട്. ഇനി ഞാൻ മോയ്സ്ചറൈസർ ഇടുന്നില്ല, എൻ്റെ സിറം ഇടുകയാണ്. DIY സിറമാണ്, ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണം കേട്ടോ. അടിപൊളിയാണ്. ഇതും കൂടെ അങ്ങ് ഇട്ട് കഴിയുമ്പോൾ സ്കിൻ നല്ല ഗ്ലോ ആകും. വീഡിയോയിൽ അത്ര ഇതൊന്നും തോന്നുന്നില്ലെന്ന് തോന്നുന്നു, പക്ഷെ നേരിട്ട് നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻഗേജ്മെൻറ്റ് വ്ളോഗൊക്കെ വരും, അതൊക്കെ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ടാറ്റാ.